വെടിവെച്ച് കൊന്ന വ്യക്തിയുടെ ശരീരം പലതായി ഛേദിച്ചതിനു ശേഷം ആ മൃതദേഹം ഭക്ഷിക്കാൻ കൊച്ചു കുട്ടികളെ ഭീഷണിപ്പെടുത്തുക, അവരെ കൊണ്ട് അത് കഴിപ്പിക്കുക. ചിന്തിക്കുമ്പോൾ പോലും മനം പുരട്ടലുണ്ടാക്കുന്ന രംഗം. കേൾക്കുമ്പോൾ ഏതെങ്കിലും കഥയോ അല്ലെങ്കിൽ നരഭോജികളുടെ ഇടയിൽ സംഭവിച്ചതോ ആയിരിക്കാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ തെറ്റി. നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് നമുക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരതകളുടെ ക്രൈസ്തവ മതപീഡനങ്ങളിൽ നിന്നുള്ള ഒരു രംഗം മാത്രമാണ് ഇത്. ഇവയെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാകട്ടെ ആഫ്രിക്കയിലെ നൈജീരിയയിൽ ഫുലാനി തീവ്രവാദികളുടെ ഇടയിലും. ഫുലാനി എത്നിക് മിലീഷ്യയുടെ റിജാന ഫോറസ്റ്റ് ക്യാമ്പാണ് നിർബന്ധിതമായി നരഭോജനം നടത്താൻ ക്രൈസ്തവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നൈജീരിയയിലെ പ്രധാന കേന്ദ്രം. നൈജീരിയയിൽ ക്രൈസ്തവർ അനുഭവിക്കുന്ന മതപീഡനങ്ങളുടെയും ഫുലാനി തീവ്രവാദത്തിന്റെയും പുതിയ അധ്യായമാണ് റിജാന ഫോറസ്റ്റ് ക്യാമ്പ്. 2026 ജനുവരി 3-ാം തീയതിയാണ് കഡുന സ്റ്റേറ്റിലെ കജൂറി കൗണ്ടിയിലെ ക്രൈസ്തവ ഗ്രാമത്തിലേക്ക് ഫുലാനികൾ ചീറിപ്പാഞ്ഞു വന്നത്. ആയുധധാരികളായ 20 പേരായിരുന്നു ആ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അവർ തോക്കിൻ മുനയിൽ നിർത്തി സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കി കടത്തിക്കൊണ്ടുപോയത് കഡുന സംസ്ഥാനത്തെ റിജാന ഫോറസ്റ്റ് ക്യാമ്പിലേക്കായിരുന്നു. 15 പേരായിരുന്നു ഇരകളാക്കപ്പെട്ടവർ. മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഫുലാനി തീവ്രവാദികൾ നൈജീരിയയിലെ ക്രൈസ്തവരെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ ഒരു ഭാഗമായിരുന്നു പ്രസ്തുത സംഭവവും. ക്യാമ്പിലെത്തിച്ച പാടെ തീവ്രവാദികൾ ക്രൈസ്തവർക്ക് നേരെ പീഡന പർവം ആരംഭിച്ചു എന്നാണ് രക്ഷപ്പെട്ടവരിൽ ഒരാളായ മേരി പാട്രിക് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മുളവടി ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. അക്രമികൾ ബന്ദികളുടെ കാലുകൾ തല്ലിയൊടിച്ചു. ബന്ദികളെ സ്ത്രീകളെന്നും പുരുഷന്മാരെന്നും വേർതിരിച്ചതിനു ശേഷം പുരുഷന്മാരുടെ കൈകാലുകൾ സൈക്കിൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അത്രയും അവർ അങ്ങനെയാണ് കഴിച്ചുകൂട്ടിയത്. 1 മാസം കഴിഞ്ഞിട്ടും തങ്ങൾ ആവശ്യപ്പെട്ട വിധത്തിലുള്ള മോചനദ്രവ്യം കിട്ടാതെ വന്ന സാഹചര്യത്തിൽ ഒരു ബന്ദിയെ പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും ശേഷം വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. തുടർന്ന് അതിനേക്കാൾ ക്രൂരവും ബീഭത്സവുമായ ഒരു പ്രവൃത്തി ചെയ്യാൻ ബന്ദികൾ നിർബന്ധിതരാക്കപ്പെടുകയായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, കൊലപ്പെടുത്തിയ പെൺകുട്ടിയുടെ ശരീരം പലതായി വെട്ടിമുറിച്ചതിനു ശേഷം ശരീരഭാഗങ്ങൾ ഭക്ഷിക്കാൻ കുട്ടികളായ ബന്ദികളെ നിർബന്ധിച്ചതായിരുന്നു. കുട്ടികളിൽ ചിലർക്ക് അതിന് ഭയം മൂലം സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ മനുഷ്യമാംസം കഴിച്ച കുട്ടി ഇപ്പോൾ ഗുരുതരമായ ശാരീരിക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും മേരി പാട്രിക് ട്രൂത്ത് നൈജീരിയയോട് പറഞ്ഞു. മോചനദ്രവ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് ഇരകളോടുള്ള തീവ്രവാദികളുടെ ക്രൂരതകൾ രൂക്ഷമാകുന്നത്. മൂത്ര വിസർജനത്തിനുള്ള സൗകര്യം നൽകണമെന്ന ചങ്ങലകളാൽ ബന്ദികളാക്കപ്പെട്ട ഇരകളുടെ അപേക്ഷ നിരസിക്കപ്പെട്ടപ്പോൾ അവർ അറിയാതെ മൂത്രമൊഴിച്ചു പോയതിന് ഒരുവളുടെ കാലുകൾ തല്ലി ഒടിക്കപ്പെട്ടതാണ് മറ്റൊരു ക്രൂരത. ഇനി ഒരിക്കലും നടക്കാൻ സാധിക്കാത്ത വിധം വേറൊരു സ്ത്രീയുടെ കാലുകൾ ജീവനോടെ മുറിച്ചുമാറ്റി. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ക്രൂരതകളാണ് ഫോറസ്റ്റ് ക്യാമ്പുകളിൽ ക്രൈസ്തവർ അനുഭവിക്കേണ്ടി വരുന്നത്. റിജാന ഫോറസ്റ്റ് ക്യാമ്പ് ഒറ്റപ്പെട്ട ഒരിടമല്ല. ഫുലാനി തീവ്രവാദികൾ ഇത്തരത്തിലുള്ള അനേകം ക്യാമ്പുകൾ നൈജീരിയയിലുടനീളം സ്ഥാപിച്ചിട്ടുണ്ട്. നൈജീരിയൻ സൈന്യത്തിനും പോലീസിനും നല്ലതുപോലെ ഈ ക്യാമ്പുകളെക്കുറിച്ച് അറിയുകയും ചെയ്യാം. 2025 ഫെബ്രുവരിയിൽ ഇതുപോലെ ഒരു ക്യാമ്പിൽ നിന്ന് ബന്ദികളെ ദേശീയ സുരക്ഷാ സേന മോചിപ്പിച്ചിരുന്നു. പക്ഷേ റിജാന വനം കേന്ദ്രീകരിച്ചുള്ള ഫുലാനികളുടെ തീവ്രവാദ ക്യാമ്പുകളെക്കുറിച്ച് പല മാധ്യമങ്ങളും തുറന്നെഴുതാൻ ഭയക്കുന്നു. അവയെ എതിർക്കാൻ ഭരണകൂടവും ഭയക്കുന്നു. കാരണം ഫുലാനികളുടെ വംശീയ വിഭാഗത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമായിട്ടാണ് അവ വിലയിരുത്തപ്പെടുക. ഈ നിശബ്ദത ഫുലാനി തീവ്രവാദികൾക്ക് വളമാകുന്നു. ക്രൈസ്തവ വംശഹത്യയാണ് നൈജീരിയയിൽ നടക്കുന്നത് എന്ന വാർത്ത പുറത്തു വരാതിരിക്കാൻ മാത്രമായി മില്യൺ കണക്കിന് ഡോളറാണ് നൈജീരിയ ചെലവഴിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അതിന്റെ പാതി മാത്രമുണ്ടെങ്കിൽ റിജാന ബന്ദി ക്യാമ്പുകളെ ഇല്ലാതാക്കാൻ കഴിയും എന്നതാണ് വാസ്തവം. അവസാനം അത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത്. പട്ടിണിയുടെയും ശാരീരിക പീഡനങ്ങളുടെയും മാത്രമല്ല, നിർബന്ധിതമായ നരഭോജനത്തിന്റെയും തടവറയിൽ നിന്ന് ഏപ്രിൽ 30-ന് ശേഷിക്കുന്നവർ മോചിതരായിരിക്കുന്നു. 11 സ്ത്രീകളും കുട്ടികളും. 118 ദിവസം നീണ്ടുനിന്ന നരകയാതനകൾക്കൊടുവിലാണ് മോചനത്തിന്റെ പ്രഭാത രശ്മികൾ അവരുടെ ജീവിതത്തിന്റെ ഇരുട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. 1400ഓളം ക്രൈസ്തവർ റിജാന ഫോറസ്റ്റ് ക്യാമ്പുകളിൽ ബന്ദികളായി കഴിയുന്നുണ്ട്. ഇവിടെ പറഞ്ഞതിനേക്കാൾ ക്രൂരമായ പീഡനങ്ങളുടെ ജീവിക്കുന്ന രക്തസാക്ഷികളായി. അടുത്തയിടെ 15ഓളം പേർ രക്ഷപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇവരുടെ മാനസിക നിലവാരം തെല്ലും ഭേദപ്പെട്ടതായിരിക്കില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്.
മറ്റുള്ളവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിന് സാക്ഷികളാവുകയും ആ ക്രൂരതകളിൽ പങ്കുചേരാൻ നിർബന്ധിതരാക്കപ്പെടുകയും ചെയ്ത കുട്ടികളുടെ ശരീരത്തേക്കാൾ മനസ്സിലാണ് മുറിവേൽക്കുന്നത്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് സിൻഡ്രോം പോലെയുള്ള അവസ്ഥകളിലേക്കാണ് അവർ എത്തിച്ചേരുന്നത്. ചികിത്സിച്ചാലും ഒരിക്കലും ഭേദപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള ആഴമേറിയ മുറിവിന്റെ ഉടമകളായി ജീവിക്കാൻ നിർബന്ധിതരാക്കപ്പെടുകയാണ് നൈജീരിയയിലെ ക്രൈസ്തവരും അവരുടെ പുതുതലമുറയും. ഈ കണ്ണീര് എന്നെങ്കിലും തോരുമോ? ഈ വിലാപം എന്നെങ്കിലും അവസാനിക്കുമോ? നൈജീരിയയെ, അവിടെയുള്ള ക്രൈസ്തവരെ നമുക്ക് പ്രാർത്ഥനകളിൽ ഓർമ്മിക്കാം. നൈജീരിയയിലെ ക്രൈസ്തവർക്ക് ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും സമാധാനപൂർവവും സന്തോഷകരവുമായ ജീവിതം ലഭിക്കാൻ വേണ്ടി, സഹനങ്ങളെ ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ അതിജീവിക്കാൻ വേണ്ടി നൈജീരിയൻ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നവർക്കായും നമുക്ക് ക്ഷമിച്ച് പ്രാർത്ഥിക്കാം.